സംസ്ഥാനത്തെ അതിദാരിദ്ര്യർക്ക് വിതരണം ചെയ്യുന്ന റേഷൻ പഞ്ചസാരയുടെ വില കുത്തനെ വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാർ 21 രൂപയിൽ നിന്ന് 27 രൂപ ആയാണ് വർധന. ഭക്ഷ്യവകുപ്പിലെ ധനപ്രതിസന്ധി കാരണമാണ് പഞ്ചസാരയ്ക്ക് വില കൂട്ടിയത്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 2 തവണയാണ് അതിദാരിദ്ര്യർക്കുള്ള ഭക്ഷ്യസാധനങ്ങളുടെ വില സർക്കാർ വർദ്ധിപ്പിക്കുന്നത്. ഭക്ഷ്യവകുപ്പിന്റെ ഉത്തരവ് ജനം ടിവിക്ക് ലഭിച്ചു. ജനം ബ്രേക്കിംഗ്. അന്ത്യോദയ അന്ന യോജന പദ്ധതി പ്രകാരം അതിദാരിദ്ര്യർക്ക് വിതരണം ചെയ്യുന്ന റേഷൻ പഞ്ചസാരയ്ക്കാണ് കുത്തനെ വില വർദ്ധിപ്പിച്ചത്. 21 രൂപയ്ക്ക് ലഭിക്കുന്ന പഞ്ചസാര ഇനി മുതൽ 27 രൂപയ്ക്കാണ് ലഭ്യമാവുക. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 2 തവണയാണ് സർക്കാർ അതിദാരിദ്ര്യർക്കുള്ള ഭക്ഷ്യവസ്തുക്കൾക്ക് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. വരും നാളുകളിൽ മൊത്തമായി പഞ്ചസാര വാങ്ങുന്നത് ബാധ്യതയാകുമെന്ന് പറഞ്ഞാണ് വില വർധനവ്. ഭക്ഷ്യവകുപ്പും ധനവകുപ്പും തമ്മിലുള്ള സാമ്പത്തിക തർക്കം നിലനിൽക്കുകയാണ് ഇങ്ങനെ ഒരു വില വർധനവ് സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത്. സപ്ലൈകോ ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് വർധനവ്. 2018-ൽ പഞ്ചസാരയുടെ വില 13 രൂപയിൽ നിന്ന് 21 രൂപയെ വർദ്ധിപ്പിച്ചിരുന്നു. കൂടാതെ നിലവിൽ നൽകി വരുന്ന കമ്മീഷൻ തുക 50 പൈസയിൽ നിന്ന് 1 രൂപയാക്കിയിരിക്കുകയാണ്. അതിദാരിദ്ര്യർക്ക് കുറഞ്ഞ ചെലവിൽ ലഭിക്കേണ്ട ഭക്ഷ്യവസ്തുക്കൾക്കാണ് ധനപ്രതിസന്ധി ചൂണ്ടിക്കാട്ടി വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. സാധാരണ ജനങ്ങൾക്ക് ഇത് താങ്ങാൻ കഴിയാത്തതാണ്. കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡിയോടുകൂടി ലഭിക്കുന്ന റേഷൻ വിതരണത്തിനാണ് സംസ്ഥാന സർക്കാർ വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ശ്രീനന്ദ, ജനം, തിരുവനന്തപുരം. വിവരണവുമായി ശ്രീനന്ദ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീനന്ദ, നമുക്കറിയാം ഈ സർക്കാർ വകുപ്പുകളിലെല്ലാം വളരെയധികം പ്രതിസന്ധി ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം അമിത ധൂർത്തും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ വിലക്കയറ്റവും, അതായത് പഞ്ചസാര, അരി തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾക്ക് പോലും ഇനി വിലക്കയറ്റം എന്ന് പറയുമ്പോൾ സാധാരണ ജനങ്ങൾ ഇനി ഭക്ഷണം കഴിക്കാതെ കൂടി തുടരേണ്ടി വരുമോ? കാരണം സാധാരണ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഈ റേഷൻ കടകളെയാണല്ലോ. അവിടെ കൂടി ഇത്തരം വില കൂടുതൽ അല്ലെങ്കിൽ വിലക്കയറ്റം വരുമ്പോൾ എങ്ങനെയാണ് ഇത് ജനങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോവുക? ദേവിക, സംസ്ഥാന സർക്കാർ പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയൊരു അടി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാവുന്നതാണ്. തീർച്ചയായിട്ടും സാധാരണ ജനങ്ങൾക്ക് ഒരിക്കലും ഇത് താങ്ങാൻ കഴിയാവുന്നതല്ല. കഴിഞ്ഞ 5 വർഷത്തിനിടെ 2 തവണയാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനെ വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. റേഷൻ കടകളിൽ നിന്ന് സാധാരണ ജനങ്ങൾക്ക് വളരെ തുച്ഛമായ തുകയിൽ ലഭ്യമാകുന്ന പഞ്ചസാരയ്ക്കാണ് ഇങ്ങനെ ഒരു വില വർധനവ് അവർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 2018-ലാണ് ആദ്യമായി ഈ സർക്കാർ വന്നതിന് ശേഷം ആദ്യമായി വില വർദ്ധിപ്പിച്ചത്. അന്ന് 13 രൂപയിൽ ഉണ്ടായിരുന്ന പഞ്ചസാരയ്ക്ക് അവർ 21 രൂപയെ വർദ്ധിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ 2024-ൽ അവർ 21 രൂപയുള്ള പഞ്ചസാരയ്ക്ക് 6 രൂപ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 27 രൂപയാക്കി ആ വർധനവ് അവർ ഉയർത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അവർ പറയുന്ന ഒരു ന്യായീകരണം എന്ന് പറഞ്ഞാൽ ഭക്ഷ്യവകുപ്പിലെ പ്രതിസന്ധി മൂലമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിർദ്ദേശത്തിലേക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അവരെ നയിച്ചത് എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. ഭക്ഷ്യവകുപ്പും ധനവകുപ്പും തമ്മിൽ തർക്കം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു ഉത്തരവ് സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്തായാലും എങ്ങനെയാണ് ഇതിനെ സാധാരണ ജനങ്ങൾ തരണം ചെയ്യുക എന്നത് ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ ഉയരുന്ന ഒരു സാഹചര്യമാണ്. കേന്ദ്ര സർക്കാർ സബ്സിഡിയോടുകൂടി നൽകുന്ന റേഷനാണ് സംസ്ഥാന സർക്കാർ യാതൊരുവിധ ദയാദാക്ഷിണ്യവും ഇല്ലാണ്ട് വില അധികമാക്കിയിരിക്കുന്നത്. ദേവിക, ശരി.